ഇനി കയ്യിൽ മോതിരം ഇല്ലെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ മോതിരത്തിന്റെ അളവ് ഓൺലൈനിൽ എടുക്കാമെന്ന് കാണിച്ചു തരാം. മോതിരത്തിന്റെ അളവ് ഓൺലൈൻ ആയിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തു. എന്റെ ദൈവമേ, ഒരു രക്ഷയില്ലായിരുന്നു. അതിന്റെ താഴെ മോതിരം ഉണ്ടെങ്കിൽ പിന്നെ അളവെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടും ട്രോളുകളായിട്ടും ആ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടു. അതിനെല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇനി കയ്യിൽ മോതിരം ഇല്ലെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ മോതിരത്തിന്റെ അളവ് ഓൺലൈനിൽ എടുക്കാമെന്ന് കാണിച്ചു തരാം. ഗൂഗിളിൽ നമ്മൾ റിംഗ് സൈസർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. അതിൽ നിന്ന് നമ്മൾ റിംഗ് സൈസർ എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം തന്നെ എടുത്ത ആപ്ലിക്കേഷൻ തന്നെ എടുക്കാം. ഓക്കെ, അതിൽ ഇങ്ങനെ ഇമേജ് വന്നിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുത്തു. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഐ ഹാവ് റിംഗ് ടു മെഷർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഐ ഡോണ്ട് ഹാവ് എ റിംഗ് ടു മെഷർ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിത്ത് റിംഗ് ചെയ്തുകൊണ്ട് ഈ പ്രാവശ്യം ഐ ഡോണ്ട് ഹാവ് എ റിംഗ് ടു മെഷർ കൊടുത്തു. ശേഷം നമ്മൾ നേരത്തെ കയ്യിൽ പിടിച്ച പോലെ ഒരു പേപ്പറിന്റെ കഷ്ണം നമ്മൾ എടുക്കുക. ഓക്കെ, ഇത് നമ്മളുടെ ഫിംഗറിന്റെ സൈസിൽ അളന്നെടുക്കുക. ഓക്കെ, നമ്മുടെ ഫിംഗറിന്റെ സൈസിൽ ഇത് അളന്നെടുക്കുക. അപ്പൊ ഏകദേശം ഈ ഒരു സൈസ് കിട്ടി. ഞാനിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോ ഇതാണ് എന്റെ ഫിംഗറിന്റെ സൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ കണ്ടോ, ഈ ലൈനിൽ ഒരു പിങ്ക് കളർ കാണാം. പിങ്ക് കളറിൽ പേപ്പർ വെച്ച് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് സൈസ് ചെറുതാക്കാനും വലുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ പേപ്പറിന്റെ ഒരു എക്സാക്ട് സൈസ് നമുക്ക് കണ്ടുപിടിക്കാം. ഏകദേശം നമുക്ക് ഈ പേപ്പറിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഒരു 60.82 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാർട്ട് എടുത്തിട്ട് ഈ ചാർട്ടിൽ കാണുന്ന മെഷർമെന്റിൽ 60 ഏതാണെന്ന് നോക്കുക. 60ൽ കാണുന്നത് 20 ആണ് സൈസ്. ഇതാണ് നമ്മൾ